റീത്തയെ കുടുക്കി ജയിലിലേക്ക് അയച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്കിനി കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പാടെ നമ്മുടെ അലീനയുടെ ഒരു വിളയാട്ടമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അതായത് റീത്തയും സഹോദരങ്ങളും അലീനയെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക്, കൊളത്തൂപ്പുഴയിലേക്ക് വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മുൻപിൽ തൻ്റെ മകളെ താൻ വിട്ടുകൊടുക്കില്ല എന്നും തൻ്റെ മകളെ താൻ ചേർത്ത് പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആര് വിചാരിച്ചാലും, എന്ത് വിചാരിച്ചാലും, എങ്ങനെ വിചാരിച്ചാലും തൻ്റെ മകളെ താൻ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയില്ല എന്നുള്ള ഒരു കാര്യം സ്റ്റാൻലി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തോളൂ, എന്നാലും എൻ്റെ മകളെ ഞാൻ എവിടേക്കും വിടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്വത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് റീത്ത തൻ്റെ മനസ്സ് തുറക്കുന്നത്. ഇതേ സമയേ ഇത് ഇവളുടെ വീട്ടുകാർ തനിക്ക് തന്ന സ്വത്ത് കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല, താൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്, നേടിയെടുത്തതാണെല്ലാം. അതുകൊണ്ട് തന്നെ തൻ്റെ സ്വത്തുക്കൾ ചോദിക്കുമ്പോൾ തന്നെ എഴുതി തരാനായിട്ടേ ഇത് നിങ്ങളുടെ ഒസ്യത്തൊന്നും അല്ല എന്ന് സ്റ്റാൻലി പറയാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നത് തിരിച്ചു ചോദിക്കുന്ന മാതിരിയാണല്ലോ ഞാൻ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സ്വത്തുക്കൾ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് എൻ്റെ സ്വത്തുക്കൾ? എന്നെ വേണ്ടാത്ത എൻ്റെ മക്കൾക്ക് വേണ്ടിയോ? എന്നെ വേണ്ടാത്ത എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിന് അവർക്ക് എൻ്റെ സ്വത്തുക്കൾ കൊടുക്കണം? എന്ത് കാര്യത്തിന് കൊടുക്കണം എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. മാസവും അവർ ചോദിക്കുന്നതനുസരിച്ചുള്ള പണം ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനെൻ്റെ സ്വത്ത് കൊടുക്കണം എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. കണ്ണി കണ്ടവന്മാർക്കേ അവർക്കൊന്നും അധികാരമുള്ളതല്ല സ്റ്റാൻലി നിൻ്റെ സ്വത്ത് നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ മകളായിട്ടേ ഇവൾ മാത്രമേ ഉള്ളൂ, ഈ അലീന എന്ന് പറയുന്നു. ബാക്കിയൊക്കെ തൻ്റെ മക്കളാണോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നും സ്റ്റാൻലി പറഞ്ഞു വെക്കുകയാണ്. നീ എന്തൊരു അപ്പനാടാ എന്ന് റീത്ത ചോദിക്കുമ്പോൾ നിങ്ങൾ ആ അർത്ഥത്തിലേ ചിന്തിക്കുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ നിലവാരം എനിക്ക് നല്ല രീതിയിൽ അറിയാം റീത്താമ്മേ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ആ നിലയിലൊന്നുമല്ല എന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റാൻലി എന്ന് കാണാം. അതായത് ഞാൻ ചിന്തിച്ചത് വേറെ തരത്തിലാണ് എന്ന് സ്റ്റാൻലി പറയുന്നു. അതായത് തൻ്റെ മക്കൾ തന്നെ ഇതുവരെ ഒന്ന് സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് താൻ ആരുമല്ലേ എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഇത്ര വർഷക്കാലം എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് തന്നെ വെറുപ്പാണോ എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ റീത്ത പറയുന്നുണ്ട്, നിൻ്റെ നശിച്ച കുടി കാരണമാണ് അവർ വരാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ കുടിക്കുന്നത് തന്നെ നിങ്ങൾ കാരണമാണ് റീത്തെ. കാരണം നിങ്ങൾ ഒറ്റൊരുത്തിയാണ് എൻ്റെ സന്തോഷകരമായ കുടുംബജീവിതം നശിപ്പിച്ച് എൻ്റെ ഭാര്യയെയും മക്കളെയും എന്നിൽ നിന്നും അകറ്റിയത്. എന്നിട്ട് ന്യായം പറയുകയാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട റീത്ത പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയും മക്കളും നിന്നെ വിട്ട് പോയെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പാണ് എന്ന് പറയുന്നത് കാണാം. എൻ്റെ എന്ത് കയ്യിലിരിപ്പാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ആവശ്യമില്ലാതെ ക്രൂശിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. നേർവഴിക്ക് നടന്നിരുന്ന എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. ഇതാണോടാ സ്റ്റാൻലി നിൻ്റെ നേർവഴിക്ക് നടന്ന നിനക്ക് എവിടെ നടാ ഒരു മകൾ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ
വിവാഹത്തിന് മുൻപ് ഉണ്ടായതാണ്. അല്ലാതെ വിവാഹശേഷം ഞാൻ അന്യ പെണ്ണുങ്ങളെ തേടിയൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഇതൊക്കെ തന്നെയാടാ നിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് റീത്ത പറയുകയാണ് എന്ന് കാണാം. അതായത് നീ ഒരു ചതിയനാണ് എന്ന് പറയുന്നു. അതെ, നിങ്ങളിവിടെ കിടന്ന് വലിയ രീതിയിൽ നാവിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും വിജയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നുമില്ല. കാരണം എന്തെന്നാൽ നിങ്ങളെക്കൊണ്ട് ഒന്നും സാധിക്കില്ല. അത് തന്നെ എന്ന് പറയുന്നു. തന്നെ വിറപ്പിക്കണമെങ്കിൽ, തന്നെ മുട്ടുകുത്തിക്കണമെങ്കിൽ, തന്നിൽ നിന്നും സ്വത്തുക്കൾ നേടിയെടുക്കണമെങ്കിൽ അതിന് കുറച്ച് അന്തസ്സ് വേണമെന്ന് പറയുന്നു. അത് നിങ്ങളുടെ തറവാട്ടിൽ ലഭിക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങനെ എൻ്റെ സ്വത്തുക്കൾ എഴുതി തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന വഴി തന്നെ പോവാനായിട്ട് നോക്കിക്കോളൂ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അലീന കടന്നു വരികയാണ്. അലീന കടന്നു വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ എന്തിനാണ് ഇങ്ങനെ നുഴഞ്ഞു കയറുന്നതെന്ന് ചോദിച്ച് റീത്ത പൊട്ടിത്തെറിക്കുകയാണ്. ഇതേ സമയം അലീനയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളായി പപ്പ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ സോഴ്സ് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നുണ്ട്, എൽസമ്മയ്ക്കും എല്ലാവർക്കും മുൻപിൽ തുറന്ന് കാട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൽസമാൻറ്റി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന്. ടെസമോളുടെ ചികിത്സയ്ക്കായിട്ടും മറ്റും ഒരുപാട് പണം പപ്പ ചിലവഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ റീത്താൻറ്റി അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുന്നു. നിങ്ങളോട് പപ്പ അയക്കുന്ന പണത്തെക്കുറിച്ച് വല്ലതും പറയാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമെങ്കിൽ നമ്മുടെ റീത്ത ഇങ്ങനെ കണ്ണും മിഴിച്ച് നിൽക്കുമ്പോൾ എൽസമ്മ ഒരു ഞെട്ടിയ മാതിരി നിൽക്കാണ്. ചേച്ചി എന്തൊക്കെയായി പറയുന്നേ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ നുണയാടി, നിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാ എന്ന് പറയുമ്പോൾ, ഇത് നോക്ക്, ഇവരുടെ അക്കൗണ്ടിലേക്കല്ലേ ഈ പണം വീണായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇനി വേണമെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ പറയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയും റീത്തയെ ഭീഷണിപ്പെടുത്തുകയും ഒടുവിൽ സത്യം തെളിയിക്കുകയും ചെയ്യുമ്പോൾ, റീത്ത സത്യം വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ എല്ലാവരും നാണം കെട്ട് തല താഴ്ത്തി പിരിക്കുകയാണെന്ന് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്